എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് മാനവരാശിയെ നയിക്കുന്നത് രണ്ട് തരം ചിന്താധാരകളാണ്. ആംഗലേയ ഭാഷയിൽ സ്പിരിച്വാലിസം എന്ന് പറയുന്ന ആത്മീയതയും മെറ്റീരിയലിസം എന്ന് പറയുന്ന ഭൗതികതയും. മതങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി ചിന്താധാരകളുണ്ടെങ്കിലും അവയെല്ലാം ആത്മീയതയുടെ വിവിധ രൂപങ്ങൾ തന്നെയാണ്. ആയതിനാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും രണ്ട് തരം ചിന്താധാരകളാണ് ഈ മാനവരാശിയെ നയിക്കുന്നതെന്ന്. ഈ രണ്ട് ചിന്താധാരകൾ തമ്മിൽ ഇത് ഉത്ഭവിച്ചപ്പോൾ മുതൽ, ഭൗതികത ലോകത്ത് ഉത്ഭവം കൊണ്ട നാൾ മുതൽ ഈ രണ്ട് ചിന്താധാരകൾ തമ്മിൽ നിരവധി മത്സരങ്ങളുണ്ടാകാറുണ്ട്, സംഘർഷങ്ങളുണ്ടാകാറുണ്ട്. എപ്പോഴും ആത്മീയതയ്ക്ക് മുകളിൽ ഒരു മേൽക്കൈ നേടാനാണ് ഭൗതികവാദികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് ആ ഒരു വാദത്തിൻ്റെ അടിസ്ഥാനം നേരിൽ കാണുന്നത് മാത്രം വിശ്വസിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്താധാരയാണ് ഭൗതികവാദം. യഥാർത്ഥത്തിൽ ഈ ഭൗതികവാദവും ആത്മീയവാദവും മാനവരാശിക്ക് ഏറെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. ആത്മീയത പോലെ തന്നെ ഭൗതികവാദവും മാനവരാശിക്ക് ഏറെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവ തമ്മിലുള്ള സംഘർഷം മാനവരാശിയെ രണ്ട് തട്ടിൽ നിർത്തി പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത 2-3 വീഡിയോകളിലായി ഇവ തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ചിന്താധാര അനുസരിച്ച്, എൻ്റെ ചിന്താസരണിയിൽ ഈ രണ്ട് ചിന്താധാരകളെ ഇട്ടൊന്ന് വിശകലനം ചെയ്തിട്ട് അത് എൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് വയ്ക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ രണ്ട് ചിന്താധാരകളെക്കുറിച്ച് കേൾക്കാറുണ്ട്, നമ്മൾ പരസ്പരം സംസാരിക്കാറുണ്ട്. പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ട് ഇത് ഒന്നിലും ഏത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഈ എല്ലാ നമ്മുടെ ഈ ചിന്താധാരകളെ, ഈ രണ്ട് ചിന്താധാരകളെയും നമ്മൾ വിശകലനം ചെയ്യുക. അതിൻ്റെ ഗുണങ്ങൾ, രണ്ടിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുക. അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് കൊണ്ടുപോയാൽ നമുക്ക്, അതായത് ഈ മാനവരാശിക്ക് എന്തൊക്കെ രീതിയിൽ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ഒരു വിഷയം ഈ വീഡിയോയിലൂടെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമെടുത്തത്. അതിൽ അടുത്ത 2-3 വീഡിയോകളിലായിട്ട് ഇതേക്കുറിച്ച് വിശദമായിട്ട് വിശകലനം ചെയ്ത് എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. എൻ്റെ വീഡിയോയ്ക്കുള്ള കമൻറ്റിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ഉള്ളിലെ അഭിപ്രായങ്ങൾ എന്താണെന്ന് മറച്ചു വെക്കാതെ തീർച്ചയായും അത് പ്രകടിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഉള്ളൊരു അഭ്യർത്ഥന കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.